ലോകം മുഴുവൻ ചർച്ചയാവുകയാണ് K6 ഇന്ത്യയുടെ പുതിയ മിസൈൽ. അതായത് ബ്രഹ്മോസിനേക്കാൾ ഭീകരനാണ് ഈ പുതുതായി വരുന്ന ആളെന്നാണ് പറയുന്നത്. ചൈന, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറക്കുമോ? പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒന്നല്ല 3 വട്ടം നിറയ്ക്കും. കാര്യം ബ്രഹ്മോസ് കൊടുത്ത അടിയുടെ തീവ്രത പാകിസ്ഥാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഇത് ബ്രഹ്മോസിൻ്റെ അപ്പനായിട്ട് വരും. അമ്മാതിരിയുള്ള മിസൈലാണ്. കാരണം സിമ്പിളാണ്. ബ്രഹ്മോസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 290 മുതൽ 500 കിലോമീറ്റർ വരെയാണ് ബ്രഹ്മോസിൻ്റെ പ്രഹരശേഷി. അത്രയും ദൂരം വരെയാണ് ഇപ്പോൾ പോകും. വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്താൽ കുറച്ചുകൂടി ദൂരം കൂട്ടിയേക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന K6 എന്ന് പറയുന്ന പുതിയ മിസൈലിൻ്റെ 8000 കിലോമീറ്ററാണ്. അതായത് ബ്രഹ്മോസിൻ്റെ 3-4 ഇരട്ടി വേഗതയല്ല, ദൂരം നമുക്ക് എത്തിക്കാൻ പറ്റും. വേഗതയും അങ്ങനെ തന്നെയാണ്. അത് നമ്മുടെ പറയുന്ന ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു ക്രൂയിസ് മിസൈലാണ്. അതിന് ഏതാണ്ട് ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗതയാണുള്ളത്. എന്നാൽ ഇത് മാക് 7.5 സ്പീഡാണ്. അത് ഈ ശബ്ദത്തിനേക്കാൾ വേഗതയുള്ളതാണ്. ഹൈപ്പർസോണിക്കാണ്. അതിൻ്റെ വേഗത മണിക്കൂറിൽ 9261 കിലോമീറ്റർ പെർ അവറാണ്. 9261 കിലോമീറ്റർ പെർ അവർ. നമ്മുടെ റോഡേ കൂടി ചീറിപ്പായുന്ന ഒരു ബൈക്ക്, നിമിഷ നേരം കൊണ്ട് മിന്നി മറയുന്ന ഒരു ബൈക്ക് പോകുന്ന പരമാവധി വേഗത ഒരു 100-120 ആയിരിക്കും. അപ്പോൾ ഈ 9261 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു മിസൈലിൻ്റെ വേഗതയെന്ന് കണക്കാക്കി നോക്കി. ചിന്തിക്കാൻ പറ്റില്ല. ഒരു യാത്രാ വിമാനം പോകുന്നത് പോലും മണിക്കൂറിൽ 2500 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഒരു യാത്രാ വിമാനം പോകുന്നതിൻ്റെ ഒരു 4-5 ഇരട്ടി വേഗതയിൽ ഒരു മിസൈൽ പോകും. അപ്പോൾ ഇതിനെ തടുത്ത് നിർത്തുക വലിയ പ്രയാസമായിരിക്കും എന്ന് ചുരുക്കം. കാരണം ഇപ്പോൾ ഈ പറയുന്ന മിസൈൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ആകാശത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തുക എന്നുള്ളതായിരിക്കണോ ചെയ്യുന്നത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ ഈ പറയുന്ന 9261 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലിനെ വെടിവെച്ചിടണമെങ്കിൽ അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈൽ താഴത്തുനിന്ന് എയ്ത് വിട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരെണ്ണം കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാനൊക്കില്ല എന്ന് ചുരുക്കം. ഇനി ഈ പറയുന്ന K6 മിസൈൽ എന്ന് പറയാൻ നമ്മൾ അണിയറയിൽ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അന്തർവാഹിനികളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യയുടെ S5 എന്ന് പറയുന്ന ശ്രേണിയിൽ പുതിയ അന്തർവാഹിനി വരുന്നുണ്ട്. ഈ അന്തർവാഹിനി നമ്മുടെ ഈ ആണവ സാധ്യതയുള്ള അല്ലെങ്കിൽ ആണവ ഇന്ധനം അല്ലെങ്കിൽ ആണവ ബോംബ്, ആറ്റം ബോംബ് അടക്കം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അന്തർവാഹിനിയാണ് ഈ S5 സീരീസിൽ വരുന്നത്. നമുക്ക് നിലവിലുള്ളത് അരിഹന്ത് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട അന്തർവാഹിനികളാണുള്ള അതിൻ്റെ അപ്ഗ്രേഡ് ഫോമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന K6 എന്ന് പറയുന്ന മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഈ ബ്രഹ്മോസിനെ ഈ പറയുന്ന ദൂരത്തിൽ മാത്രമല്ല മറികടക്കുന്നത്. അതിൻ്റെ സ്പീഡ്, അതിൻ്റെ വേഗത, അതിൻ്റെ ദൂരം, അതിൻ്റെ പ്രഹരശേഷി, ബ്രഹ്മോസിനേക്കാൾ വലിയ പ്രഹരശേഷിയാണ് ഇതിനുള്ളത്. ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചാരമാകുമെന്ന് ചുരുക്കം. ബ്രഹ്മോസ് മൊത്തം തവിടുപൊടിയാകത്തേ ഉള്ളൂ, പക്ഷേ ഇത് ഭസ്മമാക്കി കളയും. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഈ മഹാഭാരതം സീരിയലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ അർജുനൻ അമ്പെയ്യുമ്പോൾ വരുമ്പോൾ ഒന്ന് കൊള്ളുന്നതിന് മുമ്പ് അത് 10-12 ആയിട്ട് ഇങ്ങനെ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന ഈ 1-10 മാറുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് നമ്മൾ MIRV എന്നാണ് ചുരുക്കി വിളിക്കുക. അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: മൾട്ടിപ്പിൾ ഇൻഡിപെൻഡബിൾ ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. അതായത് ഈ മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അതൊരു വാർഹെഡ് വഹിക്കുന്നതായിരിക്കും. വാർഹെഡ് എന്ന് പറഞ്ഞാൽ ഈ മിസൈലിൽ നിന്ന് വേർപെട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധനം. അതിൻ്റെ മുൻഭാഗത്തായിരിക്കും അത് പ്രധാനമായിട്ടും ഘടിപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം വാർഹെഡുകൾ ഉണ്ടാകും ഇതിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു മിസൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അതാണ് ഈ പറയുന്ന മിസൈലിനെ ഏറ്റവും മാരകമാക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ പറയുന്ന ഇത് K6 എന്നാണല്ലോ പറഞ്ഞത്. ഈ K4, K5 സീരീസിൽപ്പെട്ട മിസൈലുകൾ ഓൾറെഡി നമുക്കുണ്ട്. അതിന് ഈ പറയുന്ന MIRV സംവിധാനം ഇല്ല. അതൊക്കെ ഇത് വിട്ടാൽ ഒരെണ്ണേ പൊട്ടുള്ളൂ. പക്ഷേ ഇത് വിട്ടാൽ പലയിടത്ത് പൊട്ടും. പാകിസ്ഥാൻ ഏകദേശം തീരുമാനമായി. കാരണം നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ ശത്രുത വയ്ക്കുന്നത് പാകിസ്ഥാനാണല്ലോ. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഇന്ത്യയുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും സംഹാരശേഷിയുള്ള മിസൈൽ ഏതാണെന്നറിയാമോ? ബ്രഹ്മോസ് ആണോ? അല്ല, അഗ്നി എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ബ്രഹ്മോസ് എന്ന് പറയുന്ന ഒരു ക്രൂയിസ് മിസൈൽ, ചെറിയ ദൂരം അതിവേഗതയിൽ പോകുന്നതാണ് ബ്രഹ്മോസ്. എന്നാൽ അഗ്നി എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈലാണ്.
അതിന് ഏതാണ്ട് 2000 മുതൽ 5000 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. അതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലായിട്ട് കരുതുന്നത്. ഈ പറയുന്ന സാധനത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് 8000 കിലോമീറ്ററാണ്. അതായത് ഈ കാര്യത്തിൽ ദൂരപരിധിയുടെ കാര്യത്തിൽ അഗ്നിയെയും കൂടി മറികടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പാകിസ്ഥാൻ മാത്രമല്ല, നമുക്ക് യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യം നമ്മളോട് മുട കാണിച്ചാൽ നമുക്കിത് കാണിക്കാം. ചൈനയും തീർക്കാം. ചൈനയൊക്കെ എന്തോ തൊട്ടടുത്ത് കിടക്കുന്നതല്ലേ. ഈ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളാണെന്ന് കരുതിക്കോ. അവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ വേലത്തരം കാണിക്കാൻ വന്നാൽ നമ്മൾ ഈ സാധനം എടുത്ത് മുമ്പിൽ വെക്കും. ഇനി സംസാരിക്കുന്ന കാര്യം ഈ 8000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ ചെറിയ ദൂരമൊന്നുമല്ല, നല്ല ദൂരമാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം അവരൊരു ബാലിസ്റ്റിക് മിസൈൽ തയ്യാറാക്കാൻ പദ്ധതി ഇട്ടിരുന്നു. അതിൻ്റെ ദൂരപരിധി ഏതാണ്ട് 5000 കിലോമീറ്ററോ മറ്റോ. ഈ 5000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവർ അമേരിക്കയെ ലക്ഷ്യമാക്കി തയ്യാറാക്കുന്നതാണ്. അമേരിക്ക എത്തും. പക്ഷേ ഇതിപ്പോൾ 8000 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് അപ്പുറം ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ലക്ഷ്യമിടാം. പക്ഷെ നമ്മളപ്പോൾ ഒരു പരിപാടിക്ക് എത്തുന്നത് നമുക്ക് ചൈനയും പാകിസ്ഥാനുമായിട്ടൊക്കെ തൽക്കാലം മതി. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു മിസൈൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിസൈൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കുണ്ടോ? ഇതിപ്പോൾ ഇന്ത്യയുടെ DRDO തയ്യാറാക്കുന്ന മിസൈലാണ്. ഇതിൻ്റെ ഫുള്ളി കോപ്പിറൈറ്റ് അവർക്കുള്ളതാണ്, ഇന്ത്യക്കുള്ളതാണ്. DRDOയുടെ സാമ്യമുള്ള മിസൈലുകൾ വേറെ കാണുമായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. കാര്യം ഈ പ്രതിരോധ രംഗത്ത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന റഷ്യ, അത് കഴിഞ്ഞ് അമേരിക്ക, പിന്നെ ഇസ്രയേൽ എന്ന് പറയുന്നത് ഏറെക്കുറെ അമേരിക്കയുടെ ബി ടീമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ തയ്യാറാക്കുന്നത് റഷ്യ. അവർ വെളിപ്പെടുത്തുന്നു, ചൈനയുടെ കയ്യിൽ അവർ വെളിപ്പെടുത്താത്ത സംഗതികളുണ്ടാവും, അവരുടെ കയ്യിൽ ഉണ്ടാകണം ഇത്തരം സംഗതികൾ. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ അവരുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലില്ല എന്നുള്ളൊരു പേടി വേണ്ട. അവരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഉണ്ട്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ചൈനയാണ്. നമ്മൾ ചൈനയായിട്ട് അത്ര രസത്തിലല്ല. അപ്പോൾ നമ്മൾ ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവും. നമ്മൾ ഇത് വെച്ചുകൊണ്ട് നാളെ അങ്ങനെ നമ്മുടെ ഒരു സാധനം കിട്ടുമെങ്കിൽ യുദ്ധം ചെയ്യാം എന്ന് കരുതിയിട്ടല്ല. നമ്മുടെ ഒരു സുരക്ഷയെ കരുതിയാണ്. കാര്യം നമ്മുടെ അയൽ രാജ്യം നമ്മളുമായിട്ട് അത്ര നയതന്ത്ര ബന്ധത്തിലല്ല എങ്കിൽ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ അതിന് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ആയുധം വേണം. കാര്യം നമ്മുടെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും നമ്മുടെ സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തെമ്പാടും കുറെ ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതുണ്ടാക്കി വെച്ചിട്ടൊക്കെ 10-40 വർഷം 50 വർഷമൊക്കെ ആയിട്ടുണ്ട്. എത്രയോ യുദ്ധങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇതാരും എടുത്ത് പ്രയോഗിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഓരോ രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി നിർമ്മിക്കുന്നതാണ്. ട്രംപിന്റെ ആദ്യകാലം മുതലേ ഇങ്ങനെ അമേരിക്കയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. 50 എണ്ണം ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. 50 എണ്ണം ഒരു കിളിപോയ സാധനമായതുകൊണ്ട് എപ്പോഴാണ് ആർക്കെതിരെയാണ് പൊട്ടിക്കുന്നത്. അല്ല, ഇത് ആറ്റം ബോംബുകൾ അടക്കം നമ്മൾ ഓരോ രാജ്യങ്ങൾ, ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ 150 എണ്ണം മറ്റോ ഉണ്ട്. ഇതൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ നമ്മുടെ ഒരു സുരക്ഷിതത്വ ബോധം. മറ്റുള്ളവരാരും നമ്മുടെ കയറി ചൊറിയാൻ പറ്റും. കാര്യം നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. അപ്പോൾ ആ പേടി അവർക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. പിന്നെ ഇത് ഇത്രയും സാധനം തയ്യാറാക്കി കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ താല്പര്യപ്പെട്ടു വരും. ഇപ്പൊ DRDO തയ്യാറാക്കിയാണല്ലോ, അവർക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും ചിന്തിക്കേണ്ടത്.